ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഉമ്മമാർക്ക് ഒരു ചെറിയ സഹായം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മക്ക് ചെയ്ത് കൊടുത്തത് കറി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ കറീൻ്റെ പേരാണ് ഷബ്ഷൂക്ക്. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില, മുളക്, ഉള്ളി, തക്കാളി, പിന്നെ കോഴിമുട്ടയും കൂടി. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ഞാനിത് ഓരോന്നോരോന്നായി കട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോറടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കുറേ ഹാപ്പി ആയിരിക്കും. ഫുൾ ടൈം ഫോണും ടി വിയും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറടിയാണ് ഗായ്സ്. അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ഉമ്മമാർക്ക് ചെയ്യുമ്പോൾ ഉമ്മമാർക്ക് ഹെൽപ്പാവും, നമുക്ക് ഒരു ഹാപ്പി ആവും. ഞാനും ഹാപ്പി, ഉമ്മയും ഹാപ്പി. അപ്പോൾ ഇതിനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പച്ചമുളക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. പച്ചമുളക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണേ. ഓയിലോ മറ്റൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പം വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1.5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് ഉള്ളി വഴറ്റാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പിന്നെ ഉമ്മയാണ് ഇട്ട് തരുന്നത്, എന്നോട് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മയാണ് ഉപ്പ് ഇട്ട് തരുന്നത്. അപ്പോൾ അത് നല്ലോണം ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാവില്ല, നല്ല വഴണ്ട് വരണം. അപ്പം ഞാൻ അതിൻ്റെ അടുക്ക് ഉമ്മനോട് കൈ പൊള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാത്രം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചോദിച്ച്, എൻ്റെ കൈ പൊള്ളരുതല്ലോ, ഗ്യാസ് അടുപ്പത്തല്ലേ കളി, അപ്പം നമ്മുടെ കൈ പൊള്ളരുതല്ലോ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 പച്ചമുളകും ഒരു 1.5 തക്കാളിയുമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവ രണ്ടും നല്ലോണം വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി വഴലട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മ തൊട്ടപ്പുറം പത്തിരീൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്, അത് കൂടിപ്പോയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടീൻ്റെ കുത്തലുണ്ടായിട്ട് കറീൻ്റെ ടേസ്റ്റ് മാറും. ഇത് പെട്ടെന്ന് 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം എൻ്റെ ഉമ്മ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് പത്തിരിയും ഷക്ഷൂക്ക കറിയും. ഇന്നാണെങ്കിൽ മദ്രസയിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗൾഫിലുള്ള ആളുകളൊക്കെ അധികം ഈ കറി ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ബാച്ചിലേഴ്സും, പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടവും ആവും. പിന്നെ ഈ വീഡിയോ കാണുന്ന കുറച്ചെങ്കിലും കുട്ടികളുണ്ടാവുമല്ലോ, ആ കുട്ടികൾക്ക് ഇങ്ങനെ അമ്മമാരെ സഹായിക്കാനുള്ള ഒരു ഇഷ്ടം കൂടി വരും. അപ്പം നോക്കിക്കേ, ഈ കറി റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ വെന്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഗായ്സ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. ഉമ്മയുടെ പത്തിരിയും ഞാനുണ്ടാക്കിയ കറിയും അടിപൊളിയാണ് ഗായ്സ്. നല്ല എരിവും ഉപ്പും, ആവശ്യത്തിനുള്ള എരിവൊക്കെ ചേർത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. കൈ പൊള്ളാണ്ടേയും വായ പൊള്ളാണ്ടേലും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ.
അപ്പം ഞാനതൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം അതിൻ്റെ റിവ്യൂ. ഓ എനിക്ക് വയ്യ, സൂപ്പറാണ് ഗായ്സ്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണേ. കൂടെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, എന്നാൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.